Okay, so കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് 5 tips and tricks for smartphone photography and smartphone videography എന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ആ ഒരു വീഡിയോന് 1 ലക്ഷത്തിലധികം വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതിനുവേണ്ടി താങ്ക് യു. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ്, സ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടി. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ അല്ല. സോ ഞാൻ എല്ലാം ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ടെക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഒരു ടെക്കിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണും. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ നോക്കുന്നത്, കാരണം ഞാനൊരു ടെക് റിവ്യൂവർ ആണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 5 മോർ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ ബെറ്റർ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ടിപ്പാണ് ഫുൾ ക്വാളിറ്റി ഫോട്ടോ, അല്ലെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ ഓർ 48 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, നിങ്ങളുടെ ഫോൺ ക്യാമറ വെച്ച് ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ കൂടുതൽ സൈസുള്ള ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ആപ്പിലുള്ള 64 മെഗാ പിക്സൽ അല്ലെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ മോഡ് വെച്ച് ഫോട്ടോ എടുക്കണം. എന്നാൽ ഫുൾ ക്വാളിറ്റി ഫുൾ ഡീറ്റെയിൽ ഉള്ള ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ യെസ്, അതിലൊരു പക്ഷേ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുള്ള സെൻസറാണ് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൻസർ. ആ ഒരു 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൻസർ വെച്ച് നിങ്ങൾ നോർമൽ ഫോട്ടോസ് എടുക്കുമ്പം 64/4 അതായത് 16 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസാണ് കിട്ടുന്നത്, അതായത് നോർമൽ ഫോട്ടോഗ്രാഫിയിൽ. മെയിൻലി ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസർ ഉണ്ടല്ലോ, ഈ 16 മെഗാ പിക്സൽ ഉള്ള ഈ സെൻസറിൻ്റെ ഓരോ പിക്സൽ എടുത്ത് അത് ബൈ 4 ഡിവൈഡ് ചെയ്യും. സോ അതിൻ്റെ 4 കഷ്ണമാക്കും. അങ്ങനെയാണ് 16x4 64 മെഗാ പിക്സൽ കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, അതായത് നിങ്ങളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ചുറ്റിലുള്ള ലൈറ്റ് കുറവാണെങ്കിൽ 64 മെഗാ പിക്സലിനേക്കാൾ ബെറ്റർ ആയിരിക്കും 16 മെഗാ പിക്സൽ, അതായത് നോർമൽ ഫോട്ടോഗ്രാഫി. എൻ്റെ മെയിൻ കാരണം എന്താണ്, ലൈറ്റ് കുറവാണെങ്കിൽ പിക്സലിലേക്ക് കൂടുതൽ ലൈറ്റ് കയറില്ല, പിക്സലിലേക്ക് കയറുന്ന ലൈറ്റും കുറവായിരിക്കും. 64 മെഗാ പിക്സൽ എന്ന് പറയുമ്പം വീണ്ടും ചെറിയ പിക്സൽസ് ആണ്, ഡിവൈഡ് ബൈ 4 ആണ്. നോർമലി തന്നെ എന്താ പറയുന്നത്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൻസറിൻ്റെ പിക്സൽസ് കുഞ്ഞു പിക്സൽസ് ആണ്, അതും കൂടെ ഡിവൈഡ് ബൈ 4 ആയിട്ടാണ് 64 മെഗാ പിക്സൽ ആക്കുന്നത്. ഡേ ടൈം അല്ലെങ്കിൽ നല്ല സ്റ്റുഡിയോ ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 64 മെഗാ പിക്സൽ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല ലോ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നോർമൽ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും നല്ലൊരു നൈറ്റ് മോഡ്. നിങ്ങളുടെ ക്യാമറ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ക്യാമറ ആപ്പിൽ നല്ലൊരു നൈറ്റ് മോഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഫോട്ടോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ടിപ്പ് നമ്പർ 2 ആണ് ആസ്പെക്ട് റേഷ്യോ. ഈ ആസ്പെക്ട് റേഷ്യോനെ കുറിച്ച് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു സംഭവമാണ്. ഒരുപാട് രീതിയിലുള്ള ആസ്പെക്ട് റേഷ്യോ നമ്മുടെ സ്മാർട്ട് ഫോൺസിലുണ്ട്. 1:1 ഉണ്ട്, പിന്നെ ചില സ്മാർട്ട് ഫോൺസിൽ 2:1 ഉണ്ട്, 16:9 ഉണ്ട്, അല്ലെങ്കിൽ 9:16 ഉണ്ട്, 3:4 ഉണ്ട്, അങ്ങനെ പിന്നെ ഫുൾ ഫ്രെയിം ഉണ്ട്. അങ്ങനെ ഒരുപാട് ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. നോർമലി നമുക്ക് കൂളായിട്ട് ഫീൽ ആവുന്ന എപ്പോഴാണ് ഫുൾ ഫ്രെയിം ഫോട്ടോ വരും, അതായത് നമ്മുടെ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്, നമ്മൾ കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടി നല്ല ഫോട്ടോസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഫോൺ സെൻസർ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് 3:4 റേഷ്യോക്ക് വേണ്ടിയാണ്. സോ 3:4 അതായത് ആസ്പെക്ട് റേഷ്യോ, 3:4 ആസ്പെക്ട് റേഷ്യോ നിങ്ങളൊരു ഫോട്ടോ എടുത്താൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ക്രിസ്പ് ഫോട്ടോ ആ ഒരു റേഷ്യോയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ കണ്ട ആ ഒരു 64 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ 44 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ എടുക്കുമ്പം നിങ്ങൾ ആസ്പെക്ട് റേഷ്യോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് എപ്പോഴും 3:4 ആയിരിക്കും. സോ 9:16 അല്ലെങ്കിൽ 1:1 എടുക്കാൻ കഴിയില്ല, ഓൾവേസ് 3:4, കാരണം അതിലാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസ് കിട്ടുന്നത്. തേർഡ് പോയിന്റ് ആണ് സ്ലോ മോ വീഡിയോസ്. സ്ലോ മോ വീഡിയോ എന്ന് പറയുമ്പോൾ സ്ലോ മോഷൻ വീഡിയോസ്, അതായത് നമ്മുടെ സിനിമയിലൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഹീറോയിൻ നടന്നു വരുമ്പോൾ ബാക്കിൽ ഭയങ്കര എക്സ്പ്ലോഷൻ ഒക്കെ ആയിരിക്കും. അതാണ് ബേസിക്കലി സ്ലോ മോഷൻ വീഡിയോസ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയിൽ ബൈ ഡിഫോൾട്ട് മിക്ക എല്ലാ സ്മാർട്ട് ഫോൺ ക്യാമറയിൽ സ്ലോ മോഷൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫോണിൻ്റെ ക്യാമറ ആപ്പിൽ തന്നെ ഒരു സെക്ഷൻ ഉണ്ടാവും, സ്ലോ മോ അല്ലെങ്കിൽ സൂപ്പർ സ്ലോ മോ. ഞാൻ പോക്കോ X2ൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ 3 FPS ഉണ്ട്, 3 സ്ലോ മോ സെറ്റിങ്സ് ഉണ്ട്. സോ 120 FPS, സോ എനിക്ക് ഫുൾ HD പ്ലസ് 120 FPS എടുക്കാൻ കഴിയും. പിന്നെ 720 ആണെങ്കിൽ 720p at 120 FPS, 240, പിന്നെ സൂപ്പർ സ്ലോ എന്ന് പറയപ്പെടുന്ന 960 FPS എടുക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം 120 FPS സ്ലോ മോഷൻ വീഡിയോനേക്കാൾ സ്ലോ ആണ് 240, 240-നേക്കാൾ സ്ലോ ആണ് 480, ആൻഡ് 480-നേക്കാൾ സ്ലോ ആണ് 960. അതാണ് ബേസിക് ട്രെൻഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, സെയിം ലൈറ്റിംഗ് കണ്ടീഷനിൽ നിങ്ങളുടെ പ്രോപ്പർ നോർമൽ വീഡിയോ, സ്ലോ മോ വീഡിയോ അല്ല നോർമൽ വീഡിയോ, പിന്നെ 120 FPSൻ്റെ വീഡിയോ, 240 FPSൻ്റെ വീഡിയോ, 480, 960 നിരത്തി ഇങ്ങനെ വെച്ചാൽ ലൈറ്റിൻ്റെ എക്സ്പോഷർ കുറഞ്ഞുകൊണ്ടിരിക്കും.
ഏറ്റവും നല്ല എക്സ്പോഷർ നോർമൽ വീഡിയോയിലായിരിക്കും. അതിനേക്കാളും കുറവായിരിക്കും 120 FPS, അതിനേക്കാളും കുറവായിരിക്കും 240, പിന്നെ കുറഞ്ഞ 960 FPS വളരെ കുറവായിരിക്കും. എന്താണ് ഇതിനുള്ള കാരണം? ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് DSLR ആണെങ്കിലും സ്മാർട്ട് ഫോൺ ആണെങ്കിലും നമ്മളൊരു റൂളുണ്ട്, 180 ഡിഗ്രി റൂൾ എന്ന് പറയാറുണ്ട്. ആ റൂൾ അനുസരിച്ച് നമ്മുടെ FPS-ൻ്റെ 2 ഇരട്ടി ആയിരിക്കണം നമ്മുടെ ഷട്ടർ സ്പീഡ്. ഷട്ടർ സ്പീഡ് നോർമലി 1/60, 1/125 അങ്ങനെയാണ് എഴുതാറുള്ളത്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന വീഡിയോ 30 FPS ആണെങ്കിൽ കറക്റ്റ് ഷട്ടർ സ്പീഡ് ആയിരിക്കണം 1/60. ഓക്കെ, അതേ രീതിയിൽ ഫോർ എക്സാമ്പിൾ 120 FPS-ൻ്റെ ഷട്ടർ സ്പീഡ് ആയിരിക്കണം 1/240. ഷട്ടർ സ്പീഡ് എപ്പോഴും 1 ഒരു നമ്പറാണ് പറയുന്നത്. സോ താഴത്തെ നമ്പർ കൂടുന്നതനുസരിച്ച് ഷട്ടർ സ്പീഡ് കുറഞ്ഞു വരുവാണ്. ഷട്ടർ സ്പീഡ് കുറഞ്ഞു വരുമ്പം ഓബ്വിയസ്ലി കുറച്ച് ലൈറ്റാണ് ഉള്ളിലേക്ക് ചെല്ലുന്നത്, സെൻസറിലേക്ക്. അതുകൊണ്ടാണ് ഇരുണ്ട് പോകുന്നത്. സോ നിങ്ങൾക്കൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ലോ മോഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വേണം. പിന്നെ ചിലപ്പോഴൊക്കെ ലോ ലൈറ്റിൽ സ്ലോ മോഷൻ എടുക്കുമ്പം ലൈറ്റ് ഓക്കെ ആയിരിക്കും, ഓക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഭയങ്കര ഗ്രെയിൻസ് ആയിരിക്കും, ഭയങ്കര ഗ്രെയിനൊക്കെ ആയിട്ട് ഭയങ്കര ലോ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ISO കൂട്ടും. സോ ലൈറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ISO കൂട്ടും. നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ISO കൂട്ടും. അതുകൊണ്ടാണ് ഗ്രെയിൻ വരുന്നത്. എന്താണ് ഈ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO ഇതിനെക്കുറിച്ച് ഓൾറെഡി 2-3-4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലുകൾ കിടപ്പുണ്ട്, തീർച്ചയായിട്ടും പോയി കാണുക. നെക്സ്റ്റ് ടിപ്പ് അല്ലെങ്കിൽ ട്രിക്കാണ് സൂമിങ്. നമ്മളിൽ ഒരുപാട് പേര് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാറുണ്ട്. സൂമിങ് മോസ്റ്റ്ലി എടുക്കുന്നത് ദൂരമുള്ളൊരു സംഭവം ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് സൂം ചെയ്യുന്നത്. പക്ഷേ സൂം ചെയ്യുമ്പം മിക്കയെല്ലാം മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ സൂം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റി കുറയും. കാരണം ആ ഒരു സൂം ഒപ്റ്റിക്കൽ സൂം അല്ല, ഡിജിറ്റൽ സൂമാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ടെങ്കിൽ ആ ടെലിഫോട്ടോ ലെൻസിൽ ബ്രാൻഡ് പറയുന്നതനുസരിച്ച് 3x ഒപ്റ്റിക്കൽ സൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3x സൂം ചെയ്യാൻ പറ്റും വിത്തൗട്ട് മച്ച് ലോസ് ഇൻ ഫോട്ടോ ക്വാളിറ്റി. ഒരുപാട് ഫോട്ടോ ക്വാളിറ്റി ലോസ് വരില്ല 3x ഉണ്ടെങ്കിൽ. പക്ഷേ നോർമൽ ബഡ്ജറ്റ് മിഡ് റേഞ്ച്, ഈവൻ പ്രീമിയം മിഡ് റേഞ്ചിൽ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ടെലിഫോട്ടോ ലെൻസ് വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂമിൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ക്യാമറ നോർമൽ ഫോട്ടോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്ത് നിങ്ങൾ സൂം ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രോപ്പ് ഇമേജ് എടുത്ത് കാണിക്കും. അത് നോർമലി ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഈ ഒരു ഓബ്ജക്റ്റിൻ്റെ ഫോട്ടോ ഞാൻ ഫസ്റ്റ് സൂമിൻ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു മഗ്ഗിൻ്റെ അടുത്ത് പോയിട്ട് സെയിം ഫ്രെയിം വെച്ച് ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോ ആണ് സൂംഡ് ഫോട്ടോ, റൈറ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോ ആണ് ഞാൻ അടുത്ത് ചെന്ന് എടുത്ത ഫോട്ടോ. ക്ലിയർ ആയിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്, അല്ലെ? ക്വാളിറ്റിയിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. കാരണം ലെഫ്റ്റ് സൈഡിൽ ചെയ്തിരിക്കുന്ന സൂം ഡിജിറ്റൽ സൂമാണ്. ഡിജിറ്റൽ സൂമിൽ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ അത് പ്രോബ്ലം വരും, ലോ ക്വാളിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പറ്റുന്നിടത്തോളം ഒബ്വിയസ്ലി അങ്ങ് കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ നമുക്ക് ഒരിക്കലും ചിലപ്പോഴൊക്കെ അടുത്ത് പോയി എടുക്കാൻ പറ്റില്ല. പക്ഷേ അടുത്ത് പോയി എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എപ്പോഴും അത് പ്രിഫർ ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ 5th ആൻഡ് ഫൈനൽ ടിപ്പാണ് റൂൾ ഓഫ് തേർഡ്. നോർമലി നമ്മൾ എന്തിനാണ് ഒരു ഫോട്ടോ എടുക്കുന്നത്? ഒരു ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, അല്ലേ? പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഓബ്ജക്റ്റിനെ നമ്മുടെ ഫ്രെയിമിൻ്റെ നടുക്ക് കൊണ്ടിരുത്തും, എന്നിട്ടൊരു ഫോട്ടോ എടുക്കും. അതിൽ പ്രശ്നമൊന്നുമില്ല. ഫോട്ടോഗ്രാഫിയിൽ റോങ് റൈറ്റ് ഇല്ല, ഓക്കെ. പക്ഷേ ബെറ്റർ ലുക്കിംഗ് ഫോട്ടോസാണ് റൂൾ ഓഫ് തേർഡ് വെച്ച് എടുക്കുന്ന ഫോട്ടോസ്. റൂൾ ഓഫ് തേർഡ് എന്ന് പറയുമ്പം നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പം ഡിസ്പ്ലേയിൽ ഒരിങ്ങനെ വര കാണാറില്ലേ? 3x3 ഗ്രിഡ്. ആ ഗ്രിഡിൻ്റെ കോർണേഴ്സ് ഉണ്ടല്ലോ, ഈ അകത്തുള്ള 4 കോർണേഴ്സ്. സോ നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനുള്ള ഫോക്കസ് ആ ഒരു പോയിന്റിൽ കൊണ്ടുവന്നാൽ, ആ പോയിന്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ഐ പ്ലീസിങ് ആണ്, കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമ്മുടെ ശ്രദ്ധ, ആ ഒരു ഫോട്ടോ കാണുന്ന ആളുടെ ശ്രദ്ധ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു ഓബ്ജക്റ്റിലേക്ക് പോകും എന്ന് ഒരുപാട് വലിയ ഫോട്ടോഗ്രാഫറൊക്കെ പറയാറുണ്ട്. അതാണ് ബേസിക്കലി റൂൾ ഓഫ് തേർഡിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബുദ്ധൻ്റെ ഫോട്ടോ, ഈ ബുദ്ധ ഞാൻ നടുക്ക് വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോയിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ബുദ്ധ റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധനെ ലെഫ്റ്റ് സൈഡ്, ആ ഒരു ഫ്രെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ, കുറച്ചുകൂടെ ഒരു കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി പ്രോപ്പർ ഫോട്ടോ കിട്ടും. അതേ രീതിയിൽ ഈ ഒരു ബുദ്ധ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ റൈറ്റിൽ കൊണ്ടുവച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ഫോട്ടോ കിട്ടും. ഇതാണ് ബേസിക്കലി റൂൾ ഓഫ് തേർഡ്. സോ ഇത് ഫോളോ ചെയ്തേ പറ്റൂ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു സജഷനാണ്. മിക്ക എല്ലാ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന ഒരു സജഷനാണ് റൂൾ ഓഫ് തേർഡിൻ്റെ. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എന്നിട്ട് നോളേജും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ബാക്കി നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ട് എല്ലാവരുമായിട്ട് പങ്കിടുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.